വെൽക്കം ബാക്ക് ടു തസ്റ്റിഫൈ. സോ ഇന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് നേരെ ലുലുവിലേക്ക് മെട്രോ പിടിച്ച് വിട്ടു. അവിടെ ചെന്നപ്പോഴത്തേക്കിനും അറിയണ അവിടെ ഫിലിമിന്റെ ഓഡിയോ ലോഞ്ച് ആയിരുന്നു. ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഓഡിയോ ലോഞ്ച് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഓർത്തത്, വന്ന കാര്യം എന്താണെന്ന് മറന്നു പോയായിരുന്നു. സോ നേരെ ഷോപ്പിങ്ങിലേക്ക് പോയി. എല്ലായിടത്തും കയറിയപ്പോൾ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യാനാന്ന് വെച്ചാൽ എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ആർ&ബിയിലും ലുലു ഫാഷൻ സ്റ്റോറിലൊക്കെ 50% വരെയൊക്കെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. 30%, 50% ഒക്കെ ഓഫ് ഉണ്ടായിരുന്നു. പക്ഷെ ഡ്രസ്സൊക്കെ എന്താണാവോ എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ കുറെ നോക്കി. പിന്നെ കുറച്ച് സ്കിൻ കെയർ എസെൻഷ്യൽസ് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മേടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ലുലുന്നും ഫാഷൻ സ്റ്റോറിൽ നിന്നും പിന്നെ പ്ലമ്മിന്റെ ഔട്ട്ലെറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് ലുലു. സൺഡേ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ഭയങ്കര ക്രൗഡൊക്കെ ആയിരുന്നു. ഞാൻ വെസ്റ്റ് സൈഡ് നോക്കിയിട്ടാണ് വന്നത്. പക്ഷേ അവിടെ റീനോവേഷൻ നടക്കുന്നതുകൊണ്ടിട്ട് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ മാർക്സ് ആൻഡ് സ്പെൻസർ ഒക്കെ ഉണ്ടായി. പിന്നെ അങ്ങോട്ട് കയറാനേ പോയില്ലായിരുന്നു. പിന്നെ ആർ&ബിയിലൊക്കെ കയറിയായിരുന്നു. അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് കിട്ടാത്തതുകൊണ്ടിട്ടാണ് ഞാൻ മേടിക്കാൻ. ഞാൻ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കോഡ് സെറ്റ് ഒക്കെ എനിക്ക് മനസ്സിലായി അങ്ങോട്ട് പിടിച്ചില്ലായിരുന്നു. പിന്നെ ഇന്ത്യൻ കാരേജ് ആൻഡ് കമ്പനി, അവിടെ നല്ല ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ജീൻസും പാൻസ് ഒക്കെ അവൈലബിൾ ആണ്. നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ എനിക്ക് അവിടുത്തെ ജീൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. റേറ്റ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ് റേറ്റ് ഒക്കെയാണ്. പിന്നെ അവിടെ നിന്നിട്ട് വലിയ കാര്യമില്ല എന്ന് മനസ്സിലാണ്ടിട്ട് വേഗം ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയി. പിന്നെ അവിടുന്ന് പൾഫ് ഫാക്ടറിന്ന് 2 ഫലൂദ മേടിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഗുയ്സ്. ചോക്ലേറ്റ് ഫലൂദ ആയിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയാണ് കഴിച്ചത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഓർത്ത് എനിക്ക് ചെരുപ്പൊന്നും നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ വേറെ എങ്ങോട്ടും പോയില്ല. സ്വന്തമായിട്ട് ഷോപ്പൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കിനും പിന്നെ വേറെ എവിടെ പോകാന്, വാപ്പയുടെ ഷോപ്പിൽ കയറി. അങ്ങനെ ഷൂസും ചെരുപ്പും പിന്നെ ട്രോളിയൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. അപ്പൊ കണ്ടോ, പെട്ടിയുടെ അടുത്ത് കുക്കി ഒരേ ഇരിപ്പായിരുന്നു. അവനെയും കൂട്ടിക്കൊണ്ട് പോകണം എന്നായിരിക്കും, അല്ലെങ്കിൽ അവനക്ക് അത് കയറി ഇരിക്കണം എന്നാണോ എന്താന്ന് എനിക്കറിയത്തില്ല. കുറെ നേരം എന്നെ നോക്കി പെട്ടി നോക്കിയിരുന്നായിരുന്നു. അപ്പൊ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. സോ ഈ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ ഞാൻ എവിടെയോ പോവാണെന്ന്. യെസ്, എങ്ങോട്ടേക്കാണ്, എന്തിനാണ്, എവിടെയൊക്കെയാണ് പോകുന്നതെന്നൊക്കെ ഉള്ളത് എന്റെ നെക്സ്റ്റ് വീഡിയോ കാണാം. ഞാനാണെങ്കിലും ലാസ്റ്റ് ടൈമിലേക്ക് വെക്കോട്ടെ. എന്റെ പാക്കിംഗ് ഒക്കെ ഞാൻ തലേന്നാട്ടെല്ലാം ചെയ്ത് തീർക്കുന്നേ. മാക്സിമം ലഗേജ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി. നേരെ എയർപോർട്ടിൽ പോയി ബോർഡിംഗ് പാസ് എടുത്തു. ഇമിഗ്രേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കിനും പാതി ആശ്വാസമായി കേട്ടോ. പിന്നെ ഇനി ഫ്ലൈറ്റുകൾ പോവല്ലേ വേണ്ടു. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. യെസ്, ഇറ്റ്സ് അവർ ഫസ്റ്റ് ഗേൾസ് ഇന്റർനാഷണൽ ട്രിപ്പ്. ഓ മൈ ഗോഡ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ലൈക്ക് ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ മൊമെന്റ് എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ ഞാൻ. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ ലൗഞ്ചിലേക്ക് പോയത്. അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അപ്പൊ ലൗഞ്ചിലേക്ക് കയറി കുറച്ച് സെറ്റിലൊക്കെ ആയി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പൊ നല്ലൊരു ബൊഫെ ആയിരുന്നു അവിടെ. സ്റ്റാർട്ടേഴ്സ് ഒക്കെ കൊള്ളായിരുന്നു. സ്റ്റാർട്ടേഴ്സും സാൻഡ്വിച്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ മെയിൻ കോഴ്സ് ആയിട്ട് ചിക്കൻ ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത്. മലബാർ ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു, ജ്യൂസൊക്കെ കുടിച്ചു, കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്നു.
എങ്ങനെയുണ്ടടാ? ഫിഷ് കറി. ഏറ്റവും ഉപ്പിടായപ്പോഴത്തേക്കും ഞങ്ങൾ താഴേക്ക് വന്നു. അപ്പോഴത്തേക്കും ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു എല്ലാം. അങ്ങനെ ബോർഡ് ചെയ്ത് പിന്നപ്പോഴത്തേക്കിനും നേച്ചയ്ക്ക് വിൻഡോ സീറ്റ് ആയിരുന്നു കിട്ടിയത്. അപ്പൊ ഞങ്ങൾ സ്വിച്ച് ചെയ്തു, ബിക്കോസ് എനിക്ക് വിൻഡോ സീറ്റ് വേണം. അപ്പൊ ഞാൻ വിൻഡോ സീറ്റിൽ തന്നെ ഇരുന്നു. അങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴത്തേക്കിനും ഞങ്ങൾ എന്ത് ചെയ്തു, മൂവിയൊക്കെ കണ്ടിരിക്കാൻ വിചാരിച്ചു. അങ്ങനെ മൂവിയൊക്കെ കണ്ടിരുന്നു. പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നില്ല, ഓൾറെഡി നമ്മൾ ലൗഞ്ചിൽ നിന്ന് കഴിച്ചുകൊണ്ടിട്ട് പിന്നെ വേണ്ടി വന്നില്ലായിരുന്നു. പിന്നെ ഭയങ്കരമായിട്ട് ദാഹിച്ചപ്പോഴത്തേക്കിനും ലൈക് സാധാരണ എയർക്രാഫ്റ്റില് എന്താണ് കോംപ്ലിമെന്ററി ആയിട്ട് വാട്ടർ കിട്ടുമല്ലോ, എയർ ഏഷ്യയില് കോംപ്ലിമെന്ററി വെള്ളം കിട്ടില്ല എന്ന് മനസ്സിലായി. നമ്മുടെ ഇന്ത്യൻ റുപ്പിയും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നായിരുന്നു ഞങ്ങളോട് പറഞ്ഞത്. ഭാഗ്യത്തിന് കാർഡ് ഉള്ളതുകൊണ്ടിട്ട് നമ്മൾ അങ്ങനെ പേ ചെയ്തേ. പിന്നെ വെള്ളമൊക്കെ കുടിച്ച് മൂവിയും കണ്ട് ഞങ്ങൾ അങ്ങ് കിടന്നുറങ്ങി. അപ്പൊ എങ്ങോട്ടേക്കാ പോകുന്നതെന്നുള്ളതും ബാക്കി വിഷയം ഞങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.